നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ പണികൾ അതിദ്രുതം. പഞ്ചായത്ത് ഓഫീസ് പടിക്കലെ ട്രാഫിക് ഐലൻഡിന്റെ പണികൾക്കായി മണ്ണെടുത്തു തുടങ്ങി. ഗതാഗത തടസ്സം നേരിടാതിരിക്കാൻ പണികൾ നടത്തുന്നത് രാത്രിയിൽ. ഇരട്ട വോട്ടിൽ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇരട്ട വോട്ടിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ്. റബ്ബർ ഷീറ്റിന് നേരിയ വില വർധനയിലും കർഷകർക്ക് രക്ഷയില്ല. റബ്ബർ ഷീഡിനും പ്ലാസ്റ്റിക്കിനും വില വർദ്ധിപ്പിച്ച് പ്ലാസ്റ്റിക് കമ്പനികൾ. ചൂഷണം തടയാൻ റബ്ബർ ബോർഡ് ഇടപെടണമെന്ന് ആവശ്യം. വാർത്തകൾ വിശദമായി. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് തുടങ്ങുന്ന ഭാഗത്ത് തയ്യാറാക്കുന്ന ട്രാഫിക് ഐലൻഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള വളവ് മണ്ണെടുത്ത് നിവർത്തിയ ശേഷമാണ് ട്രാഫിക് ഐലൻഡ് നിർമ്മിക്കുക. 2025 മാർച്ച് മാസത്തിൽ ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. ബൈപ്പാസ് തുടങ്ങുന്ന പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ നിന്നും അവസാനിക്കുന്ന പൂതക്കുഴിയിൽ നിന്നും ഒരുപോലെയാണ് ബൈപ്പാസിന്റെ പണികൾ നടക്കുന്നത്. ദേശീയപാതയിൽ റൌണ്ടാന നിർമ്മിച്ച് ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ തിട്ടയിടിച്ച് തറ നിരപ്പിൽ മണ്ണെടുക്കുന്നു. ഓഫീസ് ജംഗ്ഷനിലെ വളവ് നിവർത്തിയ ശേഷമാവും ഇവിടെ ട്രാഫിക് ഐലൻഡ് സ്ഥാപിക്കുക. മണ്ണെടുക്കുന്ന ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഗതാഗത സുരക്ഷ മുൻനിർത്തി രാത്രി സമയത്താണ് മണ്ണെടുപ്പ് പണികൾ. ബൈപ്പാസിനായി KK റോഡിൽ നിന്നും കാഞ്ഞിരപ്പള്ളി മണിമല റോഡിന്റെയും ചിറ്റാർ പുഴയുടെയും കുറുകെ മേൽപ്പാലം നിർമ്മിക്കും. ബൈപ്പാസ് അവസാനിക്കുന്ന പൂതക്കുഴി ഫാബിസ് ജംഗ്ഷനിലും ട്രാഫിക് ഐലൻഡ് പണിയും. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പദ്ധതിയുടെ ചുമതല. ഗുജറാത്ത് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ബൈപ്പാസ് പണിയുന്നത്. 2025 മാർച്ച് മാസം നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ഇരട്ട വോട്ടിൽ ഇലക്ഷൻ കമ്മീഷൻ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രിയടക്കം പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസിനെതിരെ കള്ളപ്രചാരണമാണ് നടത്തുന്നതെന്നും വി.ഡി. സതീശൻ കോട്ടയത്ത് പറഞ്ഞു. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷിക സമ്മേളനം വൈക്കത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇരട്ട വോട്ട് ഇപ്പോൾ ആറ്റിങ്ങലിൽ 10,000 വോട്ട് തെരഞ്ഞു പിടിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കും. സംസ്ഥാനത്ത് വ്യാപകമായി ഇടതുപക്ഷ യൂണിയൻ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിത് പുറത്തു കൊണ്ടുവന്നതാണ്. ഈ പ്രാവശ്യവും ഞങ്ങളത് പുറത്തു കൊണ്ടുവരും. എല്ലാ ബൂത്തിലും പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് ഡബിൾ വോട്ടിൻ്റെ കോപ്പി ഉണ്ടാവും. ഞങ്ങൾ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ചെയ്തതുപോലെ. വിപണിയിൽ റബ്ബർ ഷീറ്റിന് വില ഉയർന്നതോടെ റബ്ബർ കർഷകരെ ചൂഷണം ചെയ്ത പ്ലാസ്റ്റിക് കമ്പനികൾ. റബ്ബറിന് വേണ്ട പ്ലാസ്റ്റിക്കിനും ഷെയ്ഡിനുമാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കർഷകരെ രക്ഷിക്കാൻ റബ്ബർ ബോർഡ് ഇടപെടണമെന്ന് കർഷക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വിപണിയിൽ റബ്ബർ ഷീറ്റിന് ഇപ്പോൾ വില ഉയർന്നത് കർഷകർക്ക് ആശ്വാസകരമായെങ്കിലും ഇവരെ ചൂഷണം ചെയ്യാൻ പ്ലാസ്റ്റിക് നിർമ്മാതാക്കൾ രംഗത്തെത്തി. റബ്ബർ ടാപ്പിങ്ങിന് വേണ്ട പ്ലാസ്റ്റിക്കിനും ഷെയ്ഡിനുമാണ് ഇപ്പോൾ വില കുതിച്ചു കയറുന്നത്. ഈ സാഹചര്യത്തിൽ റബ്ബർ ബോർഡ് അടിയന്തരമായി ഇടപെട്ട് പ്ലാസ്റ്റിക് നിർമ്മാണ കമ്പനികളുമായി ചർച്ച ചെയ്ത് വില കുറയ്ക്കൽ നടപടി എടുക്കണമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എബി ഐപ്പ് ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ വിലവർധനമുണ്ടെങ്കിലും വലിയ പ്രതിസന്ധിയിലാണ് ഇവിടുത്തെ റബ്ബർ കർഷകർ. അവർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പ്ലാസ്റ്റിക്കും പശയും ഉൾപ്പെടെയുള്ളവ ലഭ്യമാക്കുന്നതിനുള്ള നടപടി റബ്ബർ ബോർഡ് അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ട്. റബ്ബർ ബോർഡ് ചെയ്യേണ്ട ഏറ്റവും പ്രധാന കാര്യമെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കമ്പനികളുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് ഇവിടുത്തെ RPSഉം RPSന്റെ കമ്പനികൾ വഴി റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾ വഴി കർഷകർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പ്ലാസ്റ്റിക് ലഭ്യമാക്കാനായിട്ട് ബൾക്ക് പർച്ചേസിൽ ഉൾപ്പെടെ റബ്ബർ ബോർഡിൻ്റെ ഒരു കർശനമായ ഇടപെടൽ ആവശ്യമുണ്ട്. കഴിഞ്ഞ തവണ റബ്ബർ കർഷകർക്ക് സബ്സിഡി നിരക്കിൽ ലഭിച്ച പ്ലാസ്റ്റിക്കിനും പശയ്ക്കും ഷെയ്ഡിനും പൊതുവിപണിയേക്കാൾ കൂടിയ വിലയായിരുന്നു ഈടാക്കിയത്. ഇത്തവണയും വില കൂട്ടാൻ ഗൂഢനീക്കം നടക്കുന്നതായും എബി ഐപ്പ് ആരോപിച്ചു. റബ്ബർ ബോർഡ് ഇടപെട്ട് RPS സംഘത്തിലൂടെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പർച്ചേസ് നടത്തി കർഷകർക്ക് എത്തിക്കണം. ഈ വിഷയത്തിൽ റബ്ബർ ബോർഡ് അടിയന്തരമായി ഇടപെടണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ ക്യാന്റീൻ മുന്നറിയിപ്പില്ലാതെ 3 ദിവസം അടച്ചിട്ടത് രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഒരുപോലെ ദുരിതത്തിലാക്കി. കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ഭക്ഷണം നൽകി. ബദൽ സംവിധാനം ഏർപ്പെടുത്താത്ത ക്യാന്റീൻ നടത്തിപ്പുകാരുടെ നടപടി അപലപനീയമെന്ന് നേതാക്കൾ പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ ക്യാന്റീൻ മുന്നറിയിപ്പില്ലാതെ അടച്ചിട്ടത് രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഏറെ ദുരിതത്തിലാക്കി. ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ ആശ്രയമായിരുന്നു ഈ ക്യാന്റീൻ ക്ലീനിങ്ങിനാണെന്ന് പറഞ്ഞാണ് അടച്ചിട്ടത്. ബദൽ സംവിധാനമില്ലാതെ ക്യാന്റീൻ അടച്ചിട്ടതും പെസഹയും ദുഃഖവെള്ളിയും എല്ലാം എത്തിയതും രോഗികളെ ഏറെ വലച്ചു. ദുരിതം കണ്ടറിഞ്ഞതോടെ കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. കഞ്ഞിയും തോരനുമാണ് നൽകിയത്.
കഴിഞ്ഞ നമുക്കറിയാം പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, ദുഃഖഞായറും ഒക്കെ ആയിട്ട് ഈസ്റ്റർ ഒക്കെ പ്രമാണിച്ച് ഏതാണ്ട് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യത്തിലും ഇവിടെ രോഗികളുടെ ഏക ആശ്രയമാണ് ഈ ആശുപത്രിയിലെ ക്യാൻറ്റീൻ എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആശുപത്രിയിൽ കിടക്കുന്ന രോഗികളെന്ന് പറയുന്നത് വീട്ടിൽ പോകുവാൻ യാതൊരു അവസ്ഥയുമില്ലാത്ത ഗുരുതരാവസ്ഥയിലുള്ള രോഗികളാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടും രാവിലെ പ്രഭാതത്തിൽ തന്നെ ഭക്ഷണം കഴിക്കേണ്ടവരുണ്ട്, മരുന്നിന് മുമ്പ് ഭക്ഷണം കഴിക്കേണ്ടവരൊക്കെയുണ്ട്. ആ കാര്യമൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ 2 ദിവസം 3 ദിവസത്തേക്ക് ക്യാൻറ്റീൻ ഇല്ല എന്ന് ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുത്ത് ക്യാൻറ്റീൻ അടച്ചിടുകയും എന്നാൽ അതിനു പകരം ഭക്ഷണം കൊടുക്കുവാനുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്താതിരിക്കുകയും ചെയ്തത് അങ്ങേയറ്റം അപലപനീയമാണ്. വൈകിട്ട് ദയാ പാലിയേറ്റീവ് സൊസൈറ്റി ഭക്ഷണം നൽകും. ഈസ്റ്റർ ദിനത്തിൽ സാൻജിയോവനി ആരാധന സമൂഹം ഭക്ഷണം എത്തിക്കും. കേരള കോൺഗ്രസ് നേതാക്കളായ ആന്റണി മാർട്ടിൻ, സുമേഷ് ആൻഡ്രൂസ് തുടങ്ങിയവർ ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടയം ജില്ലാ പ്രസിഡന്റ് MK തോമസുകുട്ടിക്കും ജില്ലാ ജനറൽ സെക്രട്ടറി AKN പണിക്കർക്കും എതിരെ കോട്ടയം വെസ്റ്റ് പോലീസ് കേസെടുത്തു. ബോർഡ് അംഗങ്ങൾ അറിയാതെ അവരുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ലോൺ എടുത്തെന്നുള്ള പരാതിയെ തുടർന്നാണ് കേസെടുത്തത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടയം ജില്ലാ പ്രസിഡന്റ് MK തോമസുകുട്ടിക്കും ജില്ലാ ജനറൽ സെക്രട്ടറി AKN പണിക്കർക്കുമെതിരെയും കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം കോട്ടയം വെസ്റ്റ് പോലീസ് കേസെടുത്തു. ക്ഷേമ സഹകരണ സംഘം എന്ന പേരിൽ കുറ്റാരോപിതർ മറ്റൊരു സഹകരണ സംഘം രൂപീകരിക്കുകയും ഏകോപന സമിതിയുടെ പേരിൽ ജില്ലാ ജീവകാരുണ്യ പദ്ധതിക്കായി എല്ലാ മാസവും എത്തിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ ക്ഷേമ സഹകരണ സംഘത്തിൽ നിക്ഷേപിക്കുകയും ചെയ്തു. പിന്നീട് ബിനാമികളുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ സമിതി അംഗങ്ങൾ അറിയാതെ ലോൺ എടുക്കുകയും ചെയ്തതായാണ് പരാതി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സംസ്ഥാന അധ്യക്ഷന് പരാതി നൽകിയിട്ടും തീർപ്പാകാതെ വന്നതോടെയാണ് അംഗങ്ങൾ പോലീസിനെ സമീപിച്ചത്. അംഗങ്ങൾ അറിയാതെ എടുത്തിരിക്കുന്ന ലോണുകൾ പലിശ പോലും അടയ്ക്കാത്തതിനാൽ വലിയ ബാധ്യതയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും അതിനാൽ പൊതുമുതൽ തട്ടിച്ച പ്രതികൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. 57കാരന്റെ മൂക്കിൽ നിന്നും അട്ട പോലെ തോന്നിക്കുന്ന ജീവിയെ ചേർപ്പങ്കൽ മാർസ്ലിവ മെഡിസിറ്റിയിൽ പുറത്തെടുത്തു. മുണ്ടക്കയം സ്വദേശിയായ ഇദ്ദേഹത്തിന് 2 ആഴ്ചയായി മൂക്കിനുള്ളിൽ അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്നു. മാർസ്ലിവ മെഡിസിറ്റിയിൽ എമർജൻസി മെഡിസിൻ വിഭാഗം ഫിസിഷ്യൻ ഡോക്ടർ അഖിൽ ബാബുവിന്റെ നേതൃത്വത്തിൽ അടിയന്തര ചികിത്സ നടത്തിയാണ് ജീവിയെ ജീവനോടെ പുറത്തെടുത്തത്. പെരുവന്താനത്ത് ജോലി ചെയ്തിരുന്ന ഇദ്ദേഹം മലഞ്ചെരുവിൽ നിന്നും വെള്ളം കൈയിലെടുത്ത് മുഖം കഴുകിയിരുന്നു. ഈ സമയത്ത് ജീവി മൂക്കിൽ കയറിയതാകാമെന്നാണ് നിഗമനം. ഞാവൽ മരം നിറയെ ചുവന്ന പൂക്കൾ. എത്ര വലിയ വേനലിലും വാടാതെ നിൽക്കുന്ന ഈ പൂക്കളുടെ പിന്നിലെ കഥയറിയാം. ഞാവൽ മരം നിറയെ പൂത്തുലഞ്ഞ് ചുവന്ന പൂക്കൾ. എത്ര കൊടിയ വേനലിലും വാടാതെ കൊഴിയാതെ നിൽക്കുന്ന പൂക്കൾ കാഴ്ചക്കാർക്ക് കൗതുക കാഴ്ചയാണ്. കോട്ടയം നീലിമംഗലം പാലത്തിന്റെ സൈഡിലാണ് ചുവന്ന പൂക്കൾ പരവതാനി വിരിച്ച ഈ ഞാവൽ മരം. പ്ലാസ്റ്റിക് പൂക്കൾ കെട്ടുകമ്പി കൊണ്ട് കെട്ടിവെച്ചതാണ് ഈ മനോഹര കാഴ്ച. സമീപത്തെ തൊഴിലാളികളും ടാക്സി ഡ്രൈവർമാരുമാണ് ഈ അധ്വാനത്തിന് പിന്നിൽ. ഒരു പൂവിന് 25 രൂപ വില വരുന്ന 1300ഓളം പൂക്കളാണ് മരത്തിലുള്ളത്. 6 ദിവസം കൊണ്ടാണ് ഇത് പണിതത്. മുകൾ ഭാഗത്ത് ക്രെയിൻ ഉപയോഗിച്ചാണ് പൂക്കൾ കെട്ടുന്നത്. 1300 പൂക്കളോളം കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറെ താഴെ കിടന്ന ഒരുപാട് കമ്പുകൾ ഈ ആൾക്കാർക്ക് ഇത് ഒറിജിനലാണെന്നും പറഞ്ഞ് അതിന്റെ കമ്പ് അടിച്ചുകൊണ്ട് പോയി. അങ്ങനെ കുറെ പൂക്കൾ നഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവരും ഇത് ഒറിജിനലാണെന്നും പറഞ്ഞ് ഒന്ന് കമ്പ് അടിച്ചുകൊണ്ട് പോകും. തൈ ചോദിച്ചു കമ്പ് താഴെ ഒരു പൂവിന് എത്ര രൂപ ചെലവ് വരും? നിങ്ങൾ മേടിച്ചാണോ ഉണ്ടാക്കിയതാണോ? 25 രൂപ ചെലവ്. ബൾക്കായിട്ട് കുറെ എടുത്തപ്പോൾ റേറ്റ് കുറച്ച് മേടിച്ചതാ? ഒരു 5-6 ദിവസം എടുത്തിട്ടുണ്ട്. 6 ദിവസം എടുത്തല്ലേ? പിന്നെ ക്രെയിൻ ഉപയോഗിച്ചായിരുന്നോ അതോ? ട്രെയിനെ ചെയ്തിട്ടുണ്ട്, അല്ലാതെ കയറി ചെയ്തു. പിന്നെ ഞങ്ങളുടെ ഒരു വണ്ടിയുണ്ട്, വണ്ടി കൊണ്ടിട്ട് അതേ ഏണി വെച്ച് കയറി ചെയ്തു. പിന്നെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും. പാർട്ടിയുടെ ഒരു പരിപാടി ആയിട്ട് ഞങ്ങൾ ഇത് ചെയ്തതാണ്. ഗോവിന്ദൻ മാഷ പരിപാടിക്കും പിന്നെ പിണറായിയുടെ പരിപാടിക്കുമാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ അതിങ്ങനെ ഈ മരത്താൽ ഇങ്ങനെ ഇത് നിൽക്കുന്നുണ്ടപ്പോൾ ആൾക്കാർ നമ്മളെ വിളിച്ചിങ്ങനെ ഈ സംഭവം എന്താണ് ഇതിൻ്റെ, അത് ഇതുപോലെ നമ്മളെ വിളിച്ചാൽ വന്ന് ചെയ്തു തരുമോ എന്നൊക്കെ നമ്മളോട് ചോദിച്ചായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളൊരു 3-4 വർക്ക് ഇപ്പം ചെയ്ത്. ഇതിലെ പോകുന്ന യാത്രക്കാർ യഥാർത്ഥ പൂക്കളാണെന്ന് കരുതി കമ്പൊടിച്ചു കൊണ്ടുപോകാറുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരളത്തിൽ ആദ്യമായി സ്വിമ്മത്തോൺ നടത്തി പാലാ തോപ്പൻ സ്വിമ്മിംഗ് അക്കാദമി. നവീകരിച്ച നീന്തൽക്കുളത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചായിരുന്നു സ്വിമ്മത്തോൺ.
തോപ്പൻസ് സ്വിമ്മിംഗ് അക്കാദമിയുടെ നവീകരിച്ച നീന്തൽക്കുളത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കേരളത്തിൽ ആദ്യമായി സ്വിമ്മത്തോൺ നടത്തി. പാലായുടെ ആദ്യകാല നീന്തൽ താരവും പരിശീലകനും റിട്ടയർഡ് സ്പോർട്സ് ഓഫീസറുമായ സിറിയക് ജെ തോപ്പിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒളിമ്പ്യൻ സെബാസ്റ്റ്യൻ സേവിയർ, ലോക മാസ്റ്റേഴ്സ് നീന്തൽ മത്സര വിജയികളായ പ്രൊഫസർ KC സെബാസ്റ്റ്യൻ, തോമസ് TJ, ദേശീയ മെഡൽ ജേതാവായ കെവിൻ ജിനു, GV രാജ അവാർഡ് ജേതാവ് P. പ്രസന്നകുമാരി, ദേശീയ മാസ്റ്റേഴ്സ് മത്സര വിജയികളായ കേണൽ G. ജഗജീവ്, അലക്സ് മേനാമ്പറമ്പിൽ, ഡോക്ടർ ശ്രീകുമാരി, ഡെന്നി അലക്സ്, ജെയിംസ് അഗസ്റ്റിൻ ഉൾപ്പെടെ 75 നീന്തൽ താരങ്ങൾ പങ്കെടുത്തു. ഉദ്ഘാടന സമ്മേളനത്തിൽ കോട്ടയം ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു പുളിക്കക്കണ്ടം അധ്യക്ഷത വഹിച്ചു. ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ മുഖ്യാതിഥിയായി. അത് നമ്മുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മുന്നോട്ട് നോക്കുന്നില്ല. നമ്മളുടെ അപ്പോഴത്തെ പൊസിഷൻ എന്താണ് ചെയ്യേണ്ടത്, അത് കഴിയുമ്പോൾ നമ്മളെല്ലാം മറന്നുപോകും. പിന്നെ ആ വൈരാഗ്യം വെച്ച് നമ്മൾ ചെയ്യുന്ന അല്ല സ്പോർട്സുകാരുടെ ആറ്റിറ്റ്യൂഡ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ജേക്കബ് പറഞ്ഞ സെബാസ്റ്റ്യൻ, ഞങ്ങൾ സെബാസ്റ്റ്യനെയും മോളിയെയും എനിക്ക് പണ്ടേ മുതൽ ഞങ്ങൾക്ക് അറിയാം. കേരള ഒളിമ്പിക് അസോസിയേഷൻ അസോസിയേറ്റ് ജോയിന്റ് സെക്രട്ടറി ഒളിമ്പ്യൻ സെബാസ്റ്റ്യൻ സേവിയർ നീന്തൽക്കുളത്തിന്റെയും അവധിക്കാല നീന്തൽ പരിശീലന പരിപാടിയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന കരൂർ ലാറ്റക്സ് ഫാക്ടറി സ്വകാര്യ കമ്പനിക്ക് പാട്ടത്തിന് നൽകി പുനരുജ്ജീവിപ്പിക്കാൻ ധാരണ. കർഷകരിൽ നിന്നും റബ്ബർ പാൽ ശേഖരിച്ച വകയിൽ കോടിക്കണക്കിന് രൂപയാണ് നൽകാനുള്ളത്. പാലാ സഹകരണ മേഖലയിൽ റബ്ബർ ഉൽപാദക രംഗത്ത് പ്രവർത്തിച്ചിരുന്ന മീനച്ചിൽ റബ്ബർ മാർക്കറ്റിംഗ് പ്രോസസിംഗ് സൊസൈറ്റിയുടെ 9 വർഷമായി പൂട്ടിക്കിടക്കുന്ന കരൂർ ലാറ്റക്സ് ഫാക്ടറി സ്വകാര്യ കമ്പനിക്ക് പാട്ടത്തിന് നൽകി പുനർജീവിപ്പിക്കാൻ ധാരണ. നഷ്ടത്തിലായതിനെ തുടർന്ന് പ്രവർത്തനം നിലച്ച സൊസൈറ്റി ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലാണ്. സൊസൈറ്റി കർഷകരിൽ നിന്ന് റബ്ബർ പാൽ ശേഖരിച്ച വകയിൽ കോടിക്കണക്കിന് രൂപ നൽകാനുണ്ട്. സൊസൈറ്റി പ്രതിസന്ധിയിലായതോടെ കരൂർ ഫാക്ടറി അടച്ചുപൂട്ടുകയായിരുന്നു. റബ്ബർ ബോർഡ് നിർദ്ദേശിച്ച ഉത്തരേന്ത്യൻ കമ്പനിക്കാണ് ഫാക്ടറി പാട്ടത്തിന് നൽകുന്നത്. കമ്പനിയുടെ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാനാണ് അനുമതി. ഇത് സംബന്ധിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയും സ്വകാര്യ കമ്പനിയും തമ്മിൽ ധാരണയായി. ധാരണ പ്രകാരം കമ്പനിയുടെ പ്രവർത്തനത്തിനാവശ്യമായ റബ്ബർ പാൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കർഷകരിൽ നിന്ന് ശേഖരിച്ച് നൽകണം. നിലവിൽ ഫാക്ടറി പുനർജീവിപ്പിക്കണമെങ്കിൽ 2 കോടി രൂപയോളം വേണം. നിശ്ചലമായ യന്ത്രങ്ങൾ, തകരാറിലായ കെട്ടിടങ്ങൾ എന്നിവ സജ്ജമാക്കേണ്ടതുണ്ട്. ഇത് സ്വകാര്യ കമ്പനി ശരിയാക്കിയ ശേഷം ഉൽപാദനം തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. സൊസൈറ്റി റബ്ബർ പാൽ സംഭരിച്ച വകയിൽ കോടിക്കണക്കിന് രൂപ കർഷകർക്കും സംഘങ്ങൾക്കും നൽകാനുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് പരിഹരിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. മുമ്പ് സൊസൈറ്റി ശേഖരിച്ച റബ്ബർ പാൽ കരൂർ ഫാക്ടറിയിൽ സംസ്കരിച്ച് വൻകിട ഫാക്ടറികൾക്ക് വിൽക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്: KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൽ വിവിധ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഡീൻ, സിനിമാറ്റോഗ്രാഫിയിൽ പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷനിൽ പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, ഓഡിയോഗ്രാഫിയിൽ പ്രൊഫസർ എന്നീ തസ്തികകളിൽ ഓരോ ഒഴിവുകളാണുള്ളത്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഏപ്രിൽ 8 പകൽ 11 ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തണം. യൂണിറ്റി ഫുട്ബോൾ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞിരപ്പള്ളി AKJM സ്കൂളിൽ മൈതാനിയിൽ ഏപ്രിൽ-മെയ് മാസങ്ങളിൽ ഫുട്ബോൾ പരിശീലന ക്യാമ്പ് നടത്തുന്നു. 5 മുതൽ 19 വയസ്സ് വരെ ഉള്ളവർക്ക് പങ്കെടുക്കാം. രജിസ്ട്രേഷൻ ഫോൺ 7034781230. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ പണികൾ അതിദ്രുതം. പഞ്ചായത്ത് ഓഫീസ് പടിക്കലെ ട്രാഫിക് ഐലൻഡിന്റെ പണികൾക്കായി മണ്ണെടുത്തു തുടങ്ങി. ഗതാഗത തടസ്സം നേരിടാതിരിക്കാൻ പണികൾ നടത്തുന്നത് രാത്രിയിൽ. ഇരട്ട വോട്ടിൽ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇരട്ട വോട്ടിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ്. റബ്ബർ ഷീറ്റിന് നേരിയ വില വർധനയിലും കർഷകർക്ക് രക്ഷയില്ല. റബ്ബർ ഷീഡിനും പ്ലാസ്റ്റിക്കിനും വില വർദ്ധിപ്പിച്ച് പ്ലാസ്റ്റിക് കമ്പനികൾ. ചൂഷണം തടയാൻ റബ്ബർ ബോർഡ് ഇടപെടണമെന്ന് ആവശ്യം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.